ഓക്കെ, സോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിലെ അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നു. ആ ടോപ്പിക്കാണ് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്. ഓക്കെ, കമ്പനീസ് ലിക്വിഡേറ്റ് ചെയ്യുമ്പോഴുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്തെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അക്കൗണ്ടിങ് പ്രൊസീജിയർ ഫോർ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ച രണ്ടൊന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ഇതായിരുന്നു: 2 modes of winding up as per section 270 of the Companies Act 2013 are. ഓക്കെ, കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് സെക്ഷൻ 270 അനുസരിച്ച് രണ്ട് രീതിയിലുള്ള മോഡിലുള്ള വൈൻഡിങ് അപ്പ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 270യിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്ന്, വൈൻഡിങ് അപ്പ് ബൈ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആൻഡ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. MCAയുടെ വൈൻഡിങ് അപ്പും വോളണ്ടറി വൈൻഡിങ് അപ്പും രണ്ട് ടൈപ്പാണ്. രണ്ട്, മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആൻഡ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. മൂന്നോ, ലിക്വിഡേഷൻ ആൻഡ് ഡിസൊല്യൂഷൻ. നാല്, വൈൻഡിങ് അപ്പ് ബൈ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആൻഡ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഓക്കെ അല്ലേ? ഇത് 2022 ഏത് ക്വസ്റ്റ്യൻ ആണ്? ജൂനിയർ അക്കൗണ്ടന്റ്, ക്ലർക്ക്, മാനേജർ, സ്റ്റോർ കീപ്പർ, അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് ഈ ക്ലാസ്സിന് ശേഷം ഇതിന്റെ ആൻസർ നിങ്ങൾ തന്നെ പറയാൻ ശ്രമിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഹു ക്യാൻ ഫയൽ എ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ്? ഒരു വൈൻഡിങ് അപ്പിന്റെ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ആരാണ്? ഹു ക്യാൻ ഫയൽ എ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ്? വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് ആരാണ്? എ ഓപ്ഷൻ കമ്പനി, ബി ദി ഡയറക്ടർ, സി ദി കോർട്ട്, ഡി ദി ലിക്വിഡേറ്റർ. ഓക്കെ, ഇതിൽ ആരാണ് എന്ത് ചെയ്യുക? വൈൻഡിങ് അപ്പ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. ഇത് 2023 അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, ഓക്കെ, കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും? ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ എന്താവും? ഓക്കെ ആവും. ക്ലിയർ? സോ നമുക്ക് എന്താണ് ലിക്വിഡേഷൻ എന്ന് നോക്കാം. ലിക്വിഡേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. നോക്കാം. ലിക്വിഡേഷൻ ഓർ വൈൻഡിങ് അപ്പ് ഈസ് എ ലീഗൽ ടേം ആൻഡ് റെഫേഴ്സ് ടു ദ പ്രൊസീജിയർ ത്രൂ വിച്ച് ദി അഫയേഴ്സ് ഓഫ് എ കമ്പനി ആർ wound up by the law. ഓക്കെ, നിയമപ്രകാരം ഒരു കമ്പനിയുടെ അഫയേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നു? വൂണ്ടപ്പ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, വൈൻഡപ്പ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലിക്വിഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിക്വിഡേഷൻ ഓർ വൈൻഡിങ് അപ്പ് ഈസ് എ ലീഗൽ, ഇതൊരു ലീഗൽ ടേം ആണ്. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രൊസീജിയർ. ഇതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, ആ പ്രൊസീജിയറിലൂടെ മാത്രമേ നമുക്കൊരു കമ്പനി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? ആ പ്രൊസീജിയറിലൂടെ ഒരു കമ്പനിയുടെ അഫയേഴ്സ് എങ്ങനെ വൂണ്ടപ്പ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ക്ലോസ് ചെയ്യാം എന്നുള്ളതാണ് ലിക്വിഡേഷൻ എന്നതിൻ്റെ മീനിങ്. ഓക്കെ അല്ലേ? ഇനി നോക്കുന്നു. വൈൻഡിങ് അപ്പ് ഈസ് എ പ്രൊസീഡിങ് ബൈ മീൻസ് ഓഫ് വിച്ച് the dissolution of a company is brought about. വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന വൈൻഡിങ് അപ്പിലുള്ള കുറെ പ്രൊസീഡിങ്സിലൂടെയാണ്, കുറെ പ്രൊസീജിയേഴ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു കമ്പനി ഡിസോൾവ് ചെയ്യുന്നത്. എന്താണ് കമ്പനി ഡിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? കമ്പനി രജിസ്ട്രാറിൻ്റെ കയ്യിൽ എന്തുണ്ട്? കമ്പനി രജിസ്ട്രാറിൻ്റെ കയ്യിൽ നമ്മുടെ കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ? ആ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയുടെ പേര് ഒഴിവാക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഡിസല്യൂഷൻ എന്ന് വിളിക്കുക. ഓക്കെ, സ്ട്രക്ക് ഓഫ് ദ നെയിം ഓഫ് ദ കമ്പനി ഇൻ ദി ഒഫീഷ്യൽ ലിസ്റ്റ് ക്രിയേറ്റഡ് ബൈ ദി കമ്പനി രജിസ്ട്രാർ. ഓക്കെ, സോ വൈൻഡിങ് അപ്പ് ഈസ് എ ലീഗൽ പ്രൊസീഡിങ്സ് ബൈ മീൻസ് വിച്ച് എന്താ? ദ ഡിസല്യൂഷൻ ഓഫ് എ കമ്പനി ഈസ് ബ്രോട്ട് എബൌട്ട്. ഡിസല്യൂഷനിലേക്കുള്ള ഒരു ചവിട്ട് പടിയാണ് എന്ന് പറയുന്നത് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് വിച്ച്, ഇപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുമ്പോൾ ഇറ്റ്സ് അസറ്റ്സ് ആർ കളക്റ്റഡ്
ആൻഡ് റിയലൈസ്ഡ്, അസറ്റുകളെല്ലാം കമ്പനിയുടെ അസറ്റുകളെല്ലാം കളക്ട് ചെയ്യുന്നു, അത് വിൽക്കുന്നു. ആൻഡ് അപ്ലൈഡ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ്, എന്നിട്ട് ആ അസറ്റ് വിറ്റ് കിട്ടിയ ക്യാഷ് യൂസ് ചെയ്തുകൊണ്ട് ബാധ്യതകളെല്ലാം ഡെപ്റ്റുകളെല്ലാം തീർക്കുന്നു. എന്നിട്ടോ ആൻഡ് വെൻ ദീസ് ആർ സാറ്റിസ്ഫൈഡ്, ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ അസറ്റ് റിയലൈസ് ചെയ്തു, ആ അസറ്റ് റിയലൈസ് ചെയ്ത ക്യാഷ് യൂസ് ചെയ്തുകൊണ്ട് ഡെപ്റ്റുകളെല്ലാം റീപേ ചെയ്യുന്നു. എന്നിട്ട് ദ റിമൈനിങ് എമൗണ്ട് ഈസ് അപ്ലൈഡ് ഫോർ റിട്ടേണിംഗ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്ത് കൊടുക്കും? ബാക്കി എന്തെങ്കിലും ബാലൻസ് അല്ലെങ്കിൽ തുകയുണ്ടെങ്കിൽ ഏതിനു ശേഷം അസറ്റുകൾ റിയലൈസ് ചെയ്തു, അസറ്റുകൾ കളക്ട് ചെയ്തു, അത് റിയലൈസ് ചെയ്തു, എന്നിട്ട് ഡെപ്റ്റുകൾ എന്ത് ചെയ്യുന്നു? പേ ചെയ്യുന്നു. എന്നിട്ടും റിമൈനിങ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് അവരുടെ മെമ്പേഴ്സിന് തന്നെ റിട്ടേൺ ചെയ്യുന്നു, തിരികെ കൊടുക്കുന്നു. ഓക്കെ അല്ലേ? ദ സം ഓഫ് വിച്ച് അല്ലെങ്കിൽ ദ സം വിച്ച് ദേ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദി കമ്പനി ഇൻ അക്കോർഡൻസ് വിത്ത് ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി. അങ്ങനെ റിട്ടേൺ ചെയ്യുമ്പോൾ മെമ്പേഴ്സിന് ബാക്കിയുള്ള തുക എന്ത് ചെയ്യുന്നു? റിട്ടേൺ ചെയ്യുകയല്ലേ? അങ്ങനെ റിട്ടേൺ ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കണം റിട്ടേൺ ചെയ്യേണ്ടത്? ദ സംസ് വിച്ച് ദേ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ കമ്പനി, എത്രയാണോ ഓരോ മെമ്പേഴ്സും കമ്പനിയിലേക്ക് ക്യാഷ് കൊണ്ടുവന്നത് അതിനനുസരിച്ച് ഓരോരുത്തർക്കും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? ആ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അത് എവിടെ പറഞ്ഞിട്ടുണ്ടാവും? ഓരോ ആൾക്കാരും എത്ര എമൗണ്ട് ആണ് കൊണ്ടുവന്നെന്നുള്ളത് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊസീഡിങ്സ് ബൈ മീൻസ് ഓഫ് വിച്ച് ദ ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി ഈസ് ബ്രോട്ട് എബൌട്ട്. ഇവിടെ ഒരു കമ്പനി ഡിസോൾവ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഡിസൊല്യൂഷനിലേക്കുള്ള ഒരു പോക്കാണ് എന്ന് പറയുന്നത് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് വിച്ച്, അങ്ങനെ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിസൊല്യൂഷനിലേക്കുള്ള യാത്രയിൽ എന്ത് സംഭവിക്കും? കമ്പനിയുടെ അസറ്റുകളെല്ലാം വിൽക്കുന്നു ഇല്ലേ, ബാധ്യതകൾ കൊടുത്തു തീർക്കുന്നു, ബാക്കി എന്തെങ്കിലും കാശുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? അവിടുത്തെ മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. കഴിഞ്ഞ് പഠിച്ചില്ലേ ഇത്രയും? ഓക്കെ, ഇനിയോ ആൻ അഡ്മിനിസ്ട്രേറ്റർ, ഇതിനെയെല്ലാം മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യും. അയാളുടെ പേരാണ് ലിക്വിഡേറ്റർ. എന്തെന്ന് വിളിക്കുക? ലിക്വിഡേറ്റർ. അപ്പോൾ ആൻ അഡ്മിനിസ്ട്രേറ്റർ കോൾഡ് എ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിന്റഡ് ആൻഡ് ഹി ടേക്സ് കൺട്രോൾ ഓഫ് ദ കമ്പനി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ആരെയാണ്? കമ്പനിയുടെ വൈൻഡപ്പുമായി ബന്ധപ്പെട്ട് അപ്പോയിന്റ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്ററിനെ വിളിക്കേണ്ട എന്താണ്? ലിക്വിഡേറ്റർ. ഓക്കെ, സോ ദ ലിക്വിഡേറ്റർ കൺട്രോൾസ് ദ കമ്പനി. ഓക്കെ, അതിനുശേഷം ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം ലിക്വിഡേറ്ററിന്റെ കൺട്രോളിലായിരിക്കും പിന്നീട് ആ ഒരു കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡേറ്റർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഹി കളക്ട്സ് ഇറ്റ്സ് അസറ്റുകളെല്ലാം കളക്ട് ചെയ്യും, പേയ്സ് ഇറ്റ്സ് ഡെപ്റ്റ്സുകളെല്ലാം ബാധ്യതകളെല്ലാം കൊടുത്തു തീർക്കും, ആൻഡ് ഫൈനലി ഡിസ്ട്രിബ്യൂട്ട്സ് എനി സർപ്ലസ് എമംഗ് ദ മെമ്പേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ റൈറ്റ്സ്. ഓക്കെ, ഓരോ മെമ്പേഴ്സിനും കിട്ടേണ്ടത് എത്ര എമൗണ്ട് ആണോ അവരുടെ റൈറ്റിനനുസരിച്ച്, അവരുടെ അവകാശം എത്രയാണോ അത്രയും എമൗണ്ട് എന്ത് ചെയ്ത് കൊടുക്കും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സർപ്ലസ് ഉണ്ടെങ്കിൽ സർപ്ലസ് എന്ത് ചെയ്ത് കൊടുക്കുന്നു? ഫൈനലി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. ക്ലിയർ അല്ലേ? ഓക്കെ, so winding up does not necessarily means that a company is insolvent. winding up എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നരുത് ഇത് ഇൻസോൾവൻസി ആണോ എന്ന് തോന്നരുത്. സോ വൈൻഡിങ് അപ്പ് ഡസ് നോട്ട് നെസസറിലി മീൻ ദാറ്റ് ദ കമ്പനി ഈസ് ഇൻസോൾവെന്റ്. ഓക്കെ, വൈൻഡിങ് അപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ വിചാരിക്കരുത് ആ കമ്പനി ഇൻസോൾവെന്റ് ആയതുകൊണ്ടാണ് വൈൻഡ് അപ്പ് ചെയ്തതെന്ന് വിചാരിക്കരുത്. എ പെർഫെക്റ്റ്ലി സോൾവെന്റ് കമ്പനി മേ ബി wound up by the approval of members in a general meeting. ഒരു ജനറൽ മീറ്റിംഗ്, ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ജനറൽ മീറ്റിംഗ് കൂടിക്കൊണ്ട് ആ മെമ്പേഴ്സിൻ്റെ അപ്രൂവലോടുകൂടി ഒരു സോൾവെന്റ് കമ്പനിക്കും എന്ത് ചെയ്യാം? വൂണ്ടപ്പ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം, അവരുടെ പ്രൊസീഡിങ്സ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് എന്ന് പറയുമ്പോൾ ഒരു
ഇൻസോൾവൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ത് ചെയ്തത്, വൈൻഡപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിക്കരുത്. ഒരു സോൾവെൻ്റ് കമ്പനിക്കും ഇൻസോൾവൻ്റ് കമ്പനിയും എന്ത് ചെയ്യാം, വൈൻഡപ്പിലേക്ക് പോകാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനിയോ, there are differences between winding up and dissolution. വൈൻഡിങ് അപ്പും ഡിസൊല്യൂഷനും തമ്മിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് വൈൻഡിങ് അപ്പിൻ്റെ എൻഡിൽ എന്ത് സംഭവിക്കും, അവസാനം എന്ത് സംഭവിക്കും, ദ കമ്പനി വിൽ ഹാവ് നോ അസറ്റ്സ് ഓർ ലയബിലിറ്റി. ഓക്കെ, ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ആ വൈൻഡ് അപ്പ് പ്രൊസീഡിങ്സിൻ്റെ എൻഡിൽ ആ കമ്പനിക്ക് എന്തുണ്ടാവത്തില്ല, ദേ ഹാവ് നോ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ക്ലിയർ? ഇനിയോ, when the affairs of a company are completely wound up. ഓക്കെ, ഒരു കമ്പനിയുടെ അഫയേഴ്സ് എല്ലാം, അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റുകൾ വിൽക്കുന്നു, ലയബിലിറ്റി കൊടുത്തു തീർക്കുന്നു, ബാക്കിയുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ the dissolution of the company take place. ഓക്കെ, അതിനുശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടാവുന്നത്. ക്ലിയർ? അപ്പോൾ ഒരു കമ്പനി കംപ്ലീറ്റ്ലി വൈൻഡപ്പ് ചെയ്തതിന് ശേഷം, ഒരു കമ്പനി അവരുടെ അഫയേഴ്സ് കംപ്ലീറ്റ്ലി വൈൻഡപ്പ് ചെയ്തതിന് ശേഷമാണ് ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ഡിസൊല്യൂഷൻ? ഡിസൊല്യൂഷൻ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഓൺ ഡിസൊല്യൂഷനിൽ എന്ത് സംഭവിക്കും, കമ്പനീസ് നെയിം ഈസ് സ്ട്രക്ക് ഓഫ്. കമ്പനിയുടെ പേര് എന്ത് ചെയ്യും, മാറ്റും. എവിടെ നിന്ന് എടുത്ത് മാറ്റും? ഓഫ് ദി രജിസ്ട്രാർ ഓഫ് ദി കമ്പനീസ്. ഓക്കെ, കമ്പനി രജിസ്ട്രാറിൻ്റെ കയ്യിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ ABC എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്, കമ്പനി രജിസ്ട്രാറിൻ്റെ മുന്നിലാണ്. അപ്പോൾ രജിസ്ട്രാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, കമ്പനി രജിസ്ട്രാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, കമ്പനിയുടെ എല്ലാ ഡോക്യുമെന്റുകളും ആര് കീപ്പ് ചെയ്യുന്നുണ്ട്, രജിസ്ട്രാർ അല്ലേ. മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ്, എല്ലാ കാര്യങ്ങളും എവിടെ ഉണ്ടാവും, കമ്പനി രജിസ്ട്രാറിൻ്റെ കയ്യിലുണ്ടാവും. ഓക്കെ, ഡിസൊല്യൂഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ രജിസ്ട്രാറിൻ്റെ ഒഫീഷ്യൽ ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുള്ള ആ കമ്പനി ABC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ രജിസ്ട്രാർ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒഫീഷ്യൽ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട് ABC എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ നിലവിലുള്ള കമ്പനിയാണ് എന്നുള്ളത്. ഡിസൊല്യൂഷന് ശേഷം ഈ ഒരു കമ്പനിയുടെ പേര് എന്ത് ചെയ്യുന്നു, രജിസ്ട്രാറിൻ്റെ ഒഫീഷ്യൽ ലിസ്റ്റിൽ നിന്ന് സ്ട്രക്ക് ഓഫ് അല്ലെങ്കിൽ സ്ട്രൈക്ക് ഓഫ് എന്ത് ചെയ്യുന്നു, മാറ്റുന്നു, നീക്കം ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ആൻഡ് ഇറ്റ്സ് ലീഗൽ പേഴ്സണാലിറ്റി ആസ് എ കോർപ്പറേഷൻ കംസ് ടു ആൻ എൻഡ്. ഡിസൊല്യൂഷനും ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു കമ്പനിയുടെ ലീഗൽ നിയമപരമായിട്ടുള്ള പേഴ്സണാലിറ്റി, നിലനിൽപ്പ് ഇല്ലാണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യുന്നത് വൈൻഡിങ് അപ്പ്, അതിനുശേഷം വൈൻഡിങ് അപ്പ് ലീഡ്സ് ടു ഏതിലേക്ക് സംഭവിക്കും, വൈൻഡിങ് അപ്പ് ലീഡ്സ് ടു ഡിസൊല്യൂഷനിൽ കമ്പനിയുടെ നെയിം സ്ട്രക്ക് ഓഫ് ചെയ്യും. ഓക്കെ, അതിനുശേഷം അവിടെ ഒരു കമ്പനി ഇല്ല. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ കോർപ്പറേഷൻ കമ്പനിയുടെ ലീഗൽ പേഴ്സണാലിറ്റി എൻഡായി. ക്ലിയർ? നെക്സ്റ്റ്, ദി പ്രോസസ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ഈസ് ദാറ്റ് a liquidator is appointed who is entrusted with the following duties. Okay, the process of winding up of a company is that കമ്പനിയുടെ പ്രോസസ്സ്, ആ ഒരു വൈൻഡിങ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം ഒരു ആരെ അപ്പോയിന്റ് ചെയ്യും, ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ദ ലിക്വിഡേറ്റർ ഈസ് എൻട്രസ്റ്റഡ്, അയാൾക്ക് കുറേ ചുമതലകളുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് അയാളുടെ ഡ്യൂട്ടീസ്, ആ ഒരു ലിക്വിഡേറ്ററിൻ്റെ ഡ്യൂട്ടീസ് എന്ന് ചോദിച്ചാൽ പറയണം, ഒന്ന് സെല്ലിംഗ് ഓഫ് ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ അസറ്റുകളെല്ലാം വിൽക്കണം, പേയിങ് ഓഫ് ഇറ്റ്സ് ലയബിലിറ്റി, ബാധ്യതകളെല്ലാം എന്ത് ചെയ്യുന്നു, കൊടുത്തു തീർക്കണം. അസറ്റുകളെല്ലാം വിൽക്കുന്നു, ലയബിലിറ്റികളെല്ലാം കൊടുത്തു തീർക്കുന്നു. ഇനിയോ, if there is any deficiency to pay to the creditors, ഇനി ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കാശില്ല. ആരുടെ കയ്യിൽ കാശില്ല? ഇപ്പോൾ ലിക്വിഡേറ്റർ നോക്കുമ്പോൾ കമ്പനിയുടെ കയ്യിൽ എന്തില്ല, അല്ലെങ്കിൽ കമ്പനിയുടെ അസറ്റുകൾ വിറ്റ് കിട്ടിയ കാശ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ലയബിലിറ്റി എല്ലാം കൊടുത്തു തീർത്തു. പക്ഷെ ക്രെഡിറ്റേഴ്സിൻ്റെ ലയബിലിറ്റി കൊടുക്കാൻ പറ്റിയില്ല, ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ദ ഷെയർ ഹോൾഡേഴ്സ് ആർ കോൾഡ് അപ്പോൺ to pay അൺപെയ്ഡ് എമൗണ്ട് ഓൺ ദെയർ ഷെയർസ്.
ഓക്കെ, ഷെയർ ഹോൾഡേഴ്സിലെ കമ്പനിയുടെ ആ ഷെയർ ഹോൾഡേഴ്സ് ഇനി അടയ്ക്കാനുള്ള ഏതെങ്കിലും എമൗണ്ട് ഉണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 രൂപയുടെ ഷെയർ ആണെങ്കിൽ ഇപ്പോൾ 6 രൂപ വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ബാലൻസ് 4 റുപ്പീസ് എന്ത് ചെയ്യാനുണ്ട്, എന്താണ്, അൺകോൾഡ് ആണ്. ഓക്കെ, അൺകോൾഡ് ഷെയർ ആണിത് അല്ലേ. അൺകോൾഡ് എന്ന് പറഞ്ഞാൽ 4 രൂപ വെച്ചിട്ട് നമ്പർ ഓഫ് ഷെയർസിൻ്റെ എന്ത് ചെയ്തിട്ടില്ല, കമ്പനി വിളിച്ചിട്ടില്ല. ഓക്കെ അല്ലേ. അപ്പോൾ ലാസ്റ്റ് നിമിഷത്തിൽ ഇനി ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ദ ഷെയർ ഹോൾഡേഴ്സ് ആർ കോൾഡ് അപ്പോൺ. ഷെയർ ഹോൾഡേഴ്സിന് പറയും നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള 4 രൂപയും കൂടി അടയ്ക്കുക. ഒരു ഷെയർ ഹോൾഡ് ചെയ്ത വ്യക്തി 4 രൂപ വെച്ച് അടയ്ക്കുക. അപ്പോൾ 1000 ഷെയർ ഉണ്ടെങ്കിൽ 1000 × 4 എത്ര രൂപയായി, 4000 രൂപയായി. ഓക്കെ ആണോ, ക്ലിയർ ആയ? 1000 ഷെയറേ ഉള്ളൂവെങ്കിൽ 4000 രൂപ കമ്പനിയിലേക്ക് വരുന്നു. കമ്പനി അതെടുത്ത് എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് തീർക്കുന്നു. ക്ലിയർ. സോ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ആദ്യം ആരെ അപ്പോയിന്റ് ചെയ്യുക, ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ലിക്വിഡേറ്റർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഹീ സെൽ ഓഫ് ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ അസറ്റുകളെല്ലാം വിൽക്കും. പേ ഓഫ് ഇറ്റ്സ് ലയബിലിറ്റി, ബാധ്യതകളെല്ലാം കൊടുത്തു തീർക്കും. എന്നിട്ടും എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് പറയും, ഡേയ് നമ്മുടെ കയ്യിൽ കാശില്ല, നിങ്ങൾ ഇനി ബാക്കിയുള്ള അടയ്ക്കാനുള്ള എമൗണ്ട് കൂടി ഇങ്ങോട്ട് അടയ്ക്കുക എന്ന് പറയും. ഓക്കെ, ഷെയറിൻ്റെ അൺകോൾഡ് എമൗണ്ട് കൂടി അടയ്ക്കാൻ പറയും. അങ്ങനെ അൺകോൾഡ് എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, പേ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇഫ് ദർ ഈസ് എനി സർപ്ലസ് ആഫ്റ്റർ ക്ലിയറിംഗ് ഓഫ് ദ ലയബിലിറ്റി, ബാധ്യതകളെല്ലാം തീർത്തതിന് ശേഷം എന്തെങ്കിലും സർപ്ലസ് എമൗണ്ട് ഉണ്ടെങ്കിൽ, അധികമായിട്ട് എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ, ഇറ്റ് മേ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ കോൺട്രിബ്യൂട്ടറീസ് അക്കോർഡിംഗ് ടു ദെയർ റൈറ്റ്സ് അണ്ടർ ദി ആർട്ടിക്കിൾസ്. ഓക്കെ, അത് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും, മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ ആരാണ്, കോൺട്രിബ്യൂട്ടറീസ് ആർ ദ പേഴ്സൺസ് ഹു ആർ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. ഓക്കെ, അപ്പോൾ കോൺട്രിബ്യൂട്ടറീസിന് എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ ആരാ, ദ പേഴ്സൺസ് ഹു ആർ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. ഓക്കെ, വൈൻഡിങ് അപ്പ് ടൈമിൽ എന്ത് ചെയ്യുന്നു, അസറ്റിന്മേൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവകാശമുള്ള ബാധ്യതയുള്ള എല്ലാ ആൾക്കാരെയും എന്തെന്ന് വിളിക്കാം, കോൺട്രിബ്യൂട്ടറീസ് എന്ന് വിളിക്കാം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കോൺട്രിബ്യൂട്ടറീസ് ആരൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ മനസ്സിലാക്കുക, മെമ്പേഴ്സ് എന്ന് മനസ്സിലാക്കുക. അങ്ങോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. ആഫ്റ്റർ ഗോയിങ് ത്രൂ ദി എബവ് പ്രോസസ്, മേലി പറഞ്ഞ ഈ പ്രോസസ്സിലൂടെ പോകുമ്പോൾ ആദ്യം എന്ത് ചെയ്തു, അസറ്റുകളെല്ലാം വിട്ടു, ലയബിലിറ്റി എല്ലാം കൊടുത്തു. ഇനി എന്തെങ്കിലും ഡെഫിഷ്യൻസി, ഒരു ഔട്ട്സൈഡ് ലയബിലിറ്റി കൊടുക്കാൻ ഡെഫിഷ്യൻസി ഉണ്ട്, ക്യാഷിന് എമൗണ്ട് കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സിനോട് എന്ത് ചെയ്യുന്നു, കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളതും കൂടെ അടയ്ക്കാൻ പറയുന്നു. ക്ലിയർ. എന്നിട്ട് അതെല്ലാം ചെയ്തതിന് ശേഷം സർപ്ലസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് മെമ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? എന്നിട്ടോ ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിമൂവ്സ് ദ നെയിം ഓഫ് ദ കമ്പനി ഫ്രം ദ രജിസ്റ്റർ ഓഫ് ദ കമ്പനീസ് മെയിൻറ്റെയിൻഡ് ബൈ ഹിസ് ഓഫീസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിലെല്ലാം ചെയ്തതിന് ശേഷമാണ് ഡിസല്യൂഷനിലേക്ക് കിടക്കുന്നത്. ഡിസല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, രജിസ്ട്രാർ റിമൂവ്സ് ദ നെയിം ഓഫ് ദ കമ്പനി, കമ്പനിയുടെ പേര് നീക്കം ചെയ്യുന്നു, ഫ്രം ദി ഒഫീഷ്യൽ രജിസ്റ്റർ ഓഫ് കമ്പനീസ്. ഓക്കെ, കമ്പനീസ് ഒഫീഷ്യൽ രജിസ്റ്ററിൽ നിന്ന് ആ ഒരു കമ്പനിയുടെ പേര് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം കമ്പനിക്ക് ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല. ഓക്കെ അല്ലേ? ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി ക്യാൻ ടേക്ക് പ്ലേസ് അണ്ടർ ബോത്ത് ദ കേസസ്. ലിക്വിഡേഷൻ 2 രീതിയിലും സംഭവിക്കാം. വെൻ ദ കമ്പനി ഈസ് ഇൻസോൾവെന്റ്, ഇൻസോൾവെന്റ് ആയ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടാം. ആൻഡ് വെൻ ദ കമ്പനി ഈസ് നോട്ട് ഇൻസോൾവെന്റ്, ഇൻസോൾവെന്റ് അല്ലാത്ത ഒരു കമ്പനിയും എന്ത് ചെയ്യാം, ലിക്വിഡേറ്റ് ചെയ്യാം. അപ്പോൾ മനസ്സിലാക്കുക, liquidation does not means that the company is insolvent. ഇൻസോൾവെന്റ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, സോൾവെന്റ് ആയിട്ടുള്ള ഒരു കമ്പനിക്കും എന്ത് ചെയ്യാം, ലിക്വിഡേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ.